Hello, welcome to another episode of my family talk, spiritual talk, and wisdom talk. ഒത്തിരി നാളായി എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ റീസൺ ഒക്കെ പറഞ്ഞ് ഞാൻ ഡ്രാഗ് ചെയ്യുന്നില്ല. കുറച്ച് എൻഗേജ്ഡ് ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പം മീൻവൈൽ എനിക്ക് ചോദിക്കാനുള്ളത്, എത്ര പേരാണ് ഈ ഒരു വീഡിയോ കണ്ടത്? ഇപ്പം ഞാൻ ഒരു 5-6 വീഡിയോ ഇട്ടിട്ടുണ്ട് ഓരോ മേഖലയിലുള്ളത്. അപ്പൊ അത് കേട്ട ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് ലൈഫിൽ വന്നത്? ആരെങ്കിലും ആ ഒരു ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? സറണ്ടർ പ്രോസസ്സും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി ടൈം ഒക്കെ നോക്കാറുണ്ടോ? ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം എന്താ പറയാ, സ്പിരിച്വൽ ടോക്ക് ആണെങ്കിൽ ഇപ്പം പ്രാർത്ഥന, സറണ്ടർ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ടോക്കാണ്. അപ്പം ആ സെഷനിൽ പോയി നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നുള്ളത്. എനിക്ക് എൻ്റെ അഭിപ്രായം അറിയുന്നുണ്ട്. എന്നാൽ മാത്രമേ എനിക്കത് കുറച്ചുകൂടി കൂടുതലായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഫാമിലി ടോക്കിൽ വരുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് കൂടാതെ ഫാമിലി ടൈം എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ നിങ്ങൾ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം. ഇന്ന് ഞാൻ നിങ്ങളോടുകൂടെ പങ്കുവയ്ക്കാൻ വന്നിരിക്കുന്നത് ഫാമിലി ടോക്കാണ്. ഞാൻ ഒരുപാട് കപ്പിൾസിന് സെഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, നമ്മുടെ കുടുംബത്തിൽ കുറെ പേര് പറയുന്ന ഒരു പരാതിയാണ് കുടുംബത്തിൽ ഒരു സമാധാനം കിട്ടാറില്ല എന്നുള്ളത്. അപ്പം അതിന്റെ നമുക്കൊരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എങ്ങനെ അതൊരു എങ്ങനെ രീതിയിൽ കറക്റ്റ് ചെയ്യുന്ന ഒരു ഇതെല്ലാമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മള് പല ഗ്രന്ഥങ്ങളായിട്ട് കാണുമായിരിക്കും, ജീവിതം എന്ന് പറയുന്നത് വളരെ മൂല്യമായ ഒരു കാര്യമാണ്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വളരെ മുത്തായ ഒരു കാര്യമാണ്. 2 ഹൃദയങ്ങള് ഓപ്പൺ ടോക്ക് ചെയ്ത് സംസാരിച്ച് ഒരു മറയും കൂടാതെ അടുപ്പം ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു യഥാർത്ഥ കുടുംബജീവിതം ജനിക്കുക. അതിനേക്കാളും വളരെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയി പറഞ്ഞാല് നമ്മള് രണ്ട് പാർട്ട്ണർക്കും വേണ്ടി, ഇപ്പം ഒരു പാർട്ട്ണറിന് എന്തെങ്കിലും ഒരു രീതിയിൽ, എന്തെങ്കിലും ഒരു ബിസിനസ് രീതിയിലോ അല്ലെങ്കിൽ ഒരു ജോലിക്കാരത്തിന്റെ രീതിയിലോ എന്തെങ്കിലും ഒരു ഡൗൺ ഫോള് സംഭവിച്ചാല് ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ, അങ്ങനെയായിരിക്കണം നിങ്ങൾ ഈ കേട്ട് നിൽക്കുന്ന ഓരോരുത്തരും. അതാണ് ആ ഒരു കുടുംബത്തിന്റെ ഭംഗി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അതിനുള്ള മെത്തേഡ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ പരസ്പരം റെസ്പെക്ട് ചെയ്യുക, കാര്യങ്ങളെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത് എത്ര പേര് കേട്ട് കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ പുരാണത്തിലൊക്കെ കണ്ടു കാണുമായിരിക്കും, എല്ലാവരും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഭഗവാന്റെ സാന്നിധ്യമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ എന്ത് സങ്കടങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കുടുംബജീവിതം സന്തുഷ്ടമായ ഒരു കുടുംബജീവിതമായിട്ടാണ് മാറുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് സോൾവ് ചെയ്യാത്ത പ്രശ്നങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? പ്രശ്നങ്ങൾ എന്നുള്ള വാക്ക് ഞാൻ പറയില്ല, കാരണം ബ്ലെസ്സിങ്സ് ആണ്. അങ്ങനെയുള്ള ബ്ലെസ്സിങ്സ് ആണ് നമ്മുടെ കുടുംബത്തിലുള്ളത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്താൽ
നിങ്ങൾക്ക് തന്നെ തോന്നും അയ്യോ ഒരു ചെറിയ കാര്യത്തിനാണല്ലോ ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പം ലൈഫിൽ റിഗ്രറ്റ്സ്, എക്സ്ക്യൂസസ്, കംപ്ലൈൻസ് ഇതൊക്കെ നമ്മുടെ വില്ലന്മാരാണ്. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി മനസ്സ് തുറന്ന് സംസാരിക്കേണ്ട ടൈമാണ് ഞാൻ അന്ന് പറഞ്ഞ് ഫാമിലി ടൈം എന്ന് പറയുന്നത്. ഇന്ന് ഫാമിലി ടൈം കൂടാതെ കുറച്ച് അഡീഷണൽ ആയിട്ട് ഒരു കാര്യങ്ങളാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം. ഇനി മുതൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇനി മുതൽ ഞാനൊരു മെഡിറ്റേഷൻ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്കത് തോന്നി നിങ്ങൾക്ക് തരണം എന്നുള്ളത്. ഞാൻ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത കാര്യമാണ്. അപ്പം അതിലൂടെ അത് ഡെയിലി കേട്ടാൽ അതിപ്പം നിങ്ങളുടെ കുടുംബജീവിതത്തിലെന്ന് വേണമെന്നില്ല, പൊതുവേ നമുക്ക് മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ്. മനസ്സ് ശുദ്ധമാവാനും നമ്മുടെ ജീവിതത്തിൽ ഓരോ ബ്ലെസ്സിങ്സ് നല്ല രീതിയിൽ പോകാനുള്ളതും ഉള്ള ഒരു മെത്തേഡാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ എത്ര പേര് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചത് വളരെ ചുരുക്കമാണ്. നമ്മളിപ്പോൾ ഒരു 100 പേരെ എടുത്താൽ ഒരു 20-25 പേരായിരിക്കാം അത് ചെയ്യുക. കാരണം നമ്മൾ അതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ഇതുള്ളത്. ആ ഒരു തിരിച്ചറിവ് നമ്മൾക്ക് വരുന്നത് നമ്മളത് ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റുന്ന സമയത്താണ്. അപ്പം മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പഴയ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരുമിച്ച് ടൂറ് പോവുക, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ ചോദിച്ചറിയുക. നമ്മളെ കുടുംബജീവിതത്തിൽ വേണ്ട മറ്റൊരു കാര്യമാണ് ട്രസ്റ്റ് വർത്തി അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം ട്രസ്റ്റ് വർത്തി ആയിട്ട് ഇരിക്കുന്നു നമ്മുടെ പാർട്ട്ണറോട്, എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും നമ്മുടെ ഈ ബോണ്ട് പറയുന്നത്. അപ്പം അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്. നമ്മൾ എത്രത്തോളം നമ്മളെ കാര്യങ്ങൾ പങ്കുവെച്ച് നമ്മൾ ആ ഒരു ട്രസ്റ്റ് വർത്തി ഉണ്ടാക്കിയെടുക്കുന്നുവോ അത്രേക്കാളും എന്താ പറയുക, ഒരു ബെറ്റർ ആണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കിപ്പം ഞാൻ ഒരുപാട് സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായതൊക്കെ നിങ്ങൾക്കറിയാം. ഞാനൊരു ഫാമിലി കോച്ചാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പം ഞാനിങ്ങനെ ഓരോ സെഷൻ എനിക്ക് ഒരുപാട് കേസ് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പലവരും ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നു അയ്യോ അദ്ദേഹം എന്നോട് സംസാരിക്കുന്നില്ല, അവർ ഓഫീസിലാണ്, വന്ന ലാപ്ടോപ്പായി, പിന്നെ അതിനുശേഷം മൊബൈലായി, എന്നെ സംസാരിക്കാനോ എന്നെ കേൾക്കാനോ കഴിയുന്നില്ല. ഇത് ഭൂരിപക്ഷം അത് എന്താ പറയുക സ്ത്രീകളുടെ ഒരു ഇതാണ്, അതായത് ഭാര്യമാരുടെ ഇതാണ്. പക്ഷെ പുരുഷന്മാരുടെ സൈഡാണെങ്കിൽ എൻ്റെ മാഡം എനിക്ക് കംപ്ലൈൻറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ, എനിക്ക് വന്ന ശേഷം ഒരു സമാധാനം കിട്ടുന്നില്ല. അപ്പം എനിക്ക് ഈ ഒരു പെർസ്പെക്റ്റീവിൽ, ഈ ഒരു അജണ്ടയിൽ, ഈ ഒരു ഐഡിയയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അവർക്ക് സ്പേസ് കൊടുക്കാം. ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഒരു കുന്നുകൂടി കിടക്കുന്ന ഒരു മാലിന്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു പ്ലേസ്, അവിടുന്ന് നമുക്ക് ശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അത് കഴിയും? ബുദ്ധിമുട്ടാണല്ലേ? അതുപോലെ തന്നെയാണ് കുടുംബത്തിൽ. നമ്മൾ ഒരുപാട് നമ്മളെ തലയിൽ ഒരുപാട് ഈ കംപ്ലീറ്റ് ഈ തലയിൽ ഫുള്ള് ഓരോരോ ബ്ലെസ്സിങ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കഴിയുമ്പോൾ നമ്മൾ ഓരോരോ കംപ്ലൈൻസ് ഒക്കെ കേട്ടാൽ നമ്മൾ അറിയാതെ നമ്മൾ പ്രതികരിച്ചോ അല്ലേ? അതാണ് നമ്മളെ കുടുംബത്തിൽ നടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? അവർക്ക് സമാധാനം കൊടുക്കാം. എങ്ങനെ നമുക്ക് സമാധാനം കൊടുക്കാം? നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കോഫി കുടിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഒരുമിച്ച് ജസ്റ്റ് ഒരു
ഒരു ചിറ്റാറ്റ് പോലെ സംസാരിക്കുന്നതിലൂടെ. അങ്ങനെ പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് കംപ്ലൈന്റ് പറയാൻ പാടില്ല. ഒരു ഓപ്പൺ ടോക്ക് ഞാനിപ്പം ബിഗിനിങ്ങിൽ നിങ്ങളോട് പറഞ്ഞു ഹാർട്ട് ടു ഹാർട്ട് ടോക്ക് എന്ന് പറഞ്ഞ പോലെ. അതുപോലെ തന്നെ സംസാരിക്കുക. അപ്പൊ അവര് നിങ്ങളോട് പറയാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അവർക്കൊരു റിലീഫ് ആവുന്നത്. ഈ പാർട്ട്ണർ, അതായത് നമ്മുടെ എന്താ പറയുക, പങ്കാളി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെ കേൾക്കാൻ സാധിക്കുന്നത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കൂടെയുള്ളത് എന്നാണ് പങ്കാളി എന്നതിന് അർത്ഥം. അപ്പൊ നിങ്ങളത് എത്രത്തോളം നിങ്ങൾ സ്വന്തം ഇവാലുവേറ്റ് ഞാൻ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നല് നിങ്ങൾക്കിത് കഴിഞ്ഞ ശേഷം ഉണ്ടാവുമായിരിക്കും. കാരണം അത് ആലോചിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ആലോചിച്ച് ചെയ്ത ശേഷമാണ് നമ്മൾ ഇതാക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു ലൈഫിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി രണ്ട് പാർട്ട്ണർക്കും കേൾക്കാനും അതുപോലെ ബന്ധം ഒരുപാട് സ്ട്രോങ് ആയിട്ട് വരാനും സാധിക്കുന്നതാണ്. അപ്പം ഇതാണ് അടുത്ത ടിപ്പ്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് 2 തവണ കാണണം. കാരണം ഇതിൽ പറയുന്ന ഓരോ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. നിങ്ങൾക്ക് ഒരു തവണ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ 2 തവണ കണ്ട് അതിൽ വെറുതെ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ ലൈഫിൽ ഇത് ഉപയോഗിച്ചിരിക്കണം. ഓക്കെ. ഇനി അടുത്തത് പറയാനുള്ളത്, നിങ്ങളുടെ പാർട്ട്നേഴ്സിന്റെ ഇഷ്ടങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്കിപ്പം നിങ്ങളുടെ വൈഫിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോ ട്രാവലിങ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ പ്ലാൻ ചെയ്യാം. അപ്പൊ പലവരും പറയുന്ന ഒരു കാര്യമാണ്, എന്താ പറയാ, നമ്മള് അയ്യോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, മണി പിന്നെ എനിക്ക് ആ കട അടക്കാനുണ്ട്, ഈ കടം അടക്കാനുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എക്സ്ക്യൂസുകൾ നിർത്തുക. ഇവിടെ നിങ്ങളുടെ പാർട്ട്ണർ വലിയൊരു ആഗ്രഹമൊന്നും പറയുന്നില്ല, പക്ഷെ അവരത് പറയണമെങ്കിൽ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു എന്താ പറയുക, ഒരു ശൂന്യത, ഒരു സൈലൻസ് ഉണ്ട്. അപ്പൊ ആ സൈലൻസ് ശരിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ നിങ്ങളുടെ പാർട്ട്ണർ പുറത്തു പോകാനൊക്കെ പറയുന്നത്. കാരണം അവർക്കൊരു ഫ്രീഡം, എങ്ങനെയെങ്കിലും ഒരു ബ്രീത്തിങ് സ്പേസ്. അയ്യോ, എനിക്ക് ഈ ഒരു ചുറ്റുവട്ടത്ത് നിന്ന് എനിക്ക് മടുത്തു, എനിക്ക് വേറെ എവിടെയെങ്കിലും പോകണം എന്നുള്ളത് ഒരു ടൂറ് എന്നൊരു വാക്കിലൂടെയാണ് നിങ്ങളുടെ പാർട്ട്ണർ സംസാരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ എക്സ്ക്യൂസ് ഒന്നും പറയാതെ ഉള്ള കാര്യം പറയാം. ഇപ്പൊ നിങ്ങള് മണി പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, മണി ബ്ലെസ്സിങ്സ് ആയിട്ട് വരുന്നുണ്ട്, പറയാം എടി എനിക്ക് കൊണ്ടുപോകുന്നതിന് വളരെ സന്തോഷമാണ്, നമുക്ക് ചെറിയ രീതിയിൽ അടുത്തുള്ള പ്ലേസിൽ എന്തെങ്കിലും പോവാം, പക്ഷെ ഞാനൊന്ന് കുറച്ച് ബെറ്റർ ആയി വരുന്നു, നിന്നെ നന്നായിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ എന്താ പറയുക, ഒരു സപ്പോർട്ട്. എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ എന്താ പറയാ, എൻ്റെ ഭാര്യ എന്നെ കേട്ടത് കൂടാതെ തന്നെ അവിടെ എനിക്ക് സ്പേസും തന്നു, അതുപോലെ എൻ്റെ ആഗ്രഹവും മനസ്സിലാക്കി. എന്നെ തന്നെ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ ഏത് പാർട്ട്ണർ ആണോടോ വിശ്വാസവഞ്ചന കാണിക്കുക? ഏത് പാർട്ട്ണർ ആണോടോ കംപ്ലൈന്റ് പറയാം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതൊക്കെ? അതുപോലെ തന്നെ ഞാൻ എടുത്തും കേട്ട ഒരു കാര്യമാണ്, എടാ നീ ഇനി വിവാഹം കഴിക്കരുത്, എൻ്റെ വിവാഹം തന്നെ പോക്കാണെന്നുള്ളത്. അത് ഇനിയെങ്കിലും ഒഴിവാക്കാം. കാരണം മുന്നോട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ആരായെങ്കിലും അവർക്ക് ലൈഫിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമായിട്ട് കമ്പയർ ചെയ്ത് അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. അവിടെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, ബ്ലെസ് ചെയ്യാം, നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ബ്ലെസ് ചെയ്യാം. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു അതുകൊണ്ട് നീ കല്യാണം കഴിക്കരുത് എന്നുള്ള പറയുന്ന വാക്കുകളെല്ലാം ഇനി മുതൽ ഒഴിവാക്കാം.
എന്താ ചെയ്യില്ലേ? ഇനി ഈ വീഡിയോ നടത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ആർക്കൊക്കെ ഉപകാരപ്പെടുന്നു അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മടിക്കരുത്. കാരണം എനിക്ക് ഒരു ഫാമിലി കോച്ചിന്റെ പേരിൽ മാത്രമല്ല, ഒരു സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ പേരിൽ എനിക്ക് ഒരുപാട് നല്ല കുടുംബങ്ങളെ ഈ യൂട്യൂബിൽ തന്നെ കാണുന്നുണ്ട്. നിങ്ങളിപ്പം ഏത് സാഹചര്യത്തിൽ പോകുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഉറപ്പായ ഒരു കാര്യമുണ്ട്, ഈ വീഡിയോ കാണുന്ന ആരായാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ, മനസ്സറിഞ്ഞിട്ട് വേണം ഫോളോ ചെയ്യാൻ, വെറുതെ കേട്ടേക്കേണ്ടതല്ല, മനസ്സറിഞ്ഞ് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് വരാൻ പോകുന്നത്. ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് വെച്ചാൽ 101% ഷുവറാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി നാളെ മറ്റൊരു കണ്ടന്റായിട്ട് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. അതുപോലെ തന്നെ എനിക്കൊരു വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ്. നന്ദന മോട്ടിവേഷണൽ ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഹെൽത്ത് മെന്റൽ രീതിയിൽ ഞാനൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. അതിലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇത് നിർബന്ധിക്കുന്ന കാര്യമല്ല, ആർക്കൊക്കെ കേൾക്കാൻ പറ്റുമോ കേൾക്കാം. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. കാരണം ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അതുകൊണ്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ നാളെ ഒരാളുടെ ചേഞ്ച് ആയിരിക്കാം. ഓക്കെ, സോ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നാളെ മറ്റൊരു എപ്പിസോഡായിട്ട് മറ്റൊരു ഫാബുലസ് കണ്ടന്റുമായിട്ട് ഞാൻ വരുന്നതാണ്. സോ ടിൽ ദെൻ ടേക്ക് കെയർ. Thank you all. I love you all and bless each and every family. Stay blessed, stay happy, and thank you.